ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ മടിച്ചുകൾക്കുള്ളത് മാത്രമല്ല കേട്ടോ, ബാച്ചിലേഴ്സിന് പറ്റിയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. എന്തായാലും ഇത് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും അതുപോലെ ഈ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്നവരുണ്ടല്ലോ, കുക്കിങ്ങിൽ ബിഗിനർ ആയിട്ടുള്ളവർക്ക് അവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ചിക്കൻ ഡ്രൈ ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വേഗം തുടങ്ങിയാലോ. അപ്പോൾ എന്നാലും ഞാനിവിടെ ചിക്കൻ എടുത്തിരിക്കുന്നുണ്ടല്ലോ, ഒരു ഹാഫ് കിലോ ആണ് കേട്ടോ. ഹാഫ് കിലോ ചിക്കൻ ഞാൻ വാങ്ങിയത് ഓൺലൈൻ ഓർഡർ ചെയ്താണ്. അപ്പോൾ ബിരിയാണി കട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി വലിയ പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് കഴുകി നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മസാലകൾ ചേർത്ത് തുടങ്ങാം. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത്രത്തോളം മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു ഹാഫ് ടീസ്പൂണിൻ്റെ അടുത്ത്, 1/4 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഹാഫ് ടീസ്പൂൺ മുളക് പൊടി. എരിവനുസരിച്ച് വേണം മുളക് പൊടി എടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് കുറച്ച് ജീരകത്തിൻ്റെ പൗഡർ ഒരു 1/4 ടീസ്പൂണോളം, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല 1/4 ടീസ്പൂണോളം, പിന്നെ ആവശ്യത്തിന് ഉപ്പിൻ്റെ കണക്ക് ഞാൻ പറയുന്നില്ല, ആവശ്യത്തിനുള്ളത് നമ്മുടെ ഇതിനനുസരിച്ച്. ഞാനിവിടെ 1 ടീസ്പൂൺ അത്ര ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്രഷ്ഡ് പെപ്പർ ചേർക്കുന്നുണ്ട് ഞാൻ കുറച്ച്, ഒരു 1/4 ടീസ്പൂൺ. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതല്ല, റെഡിമെയ്ഡ് വാങ്ങിക്കില്ലേ, അതാണ് കേട്ടോ. പിന്നെ ലെമൺ ജ്യൂസ് ഒരു ഹാഫ് ടീസ്പൂണിൻ്റെ അടുത്തിരുന്നോട്ടെ. പിന്നെ 2 ടീസ്പൂൺ കേർഡ്, നല്ല കട്ട തൈര് കേട്ടോ, അത് ചേർക്കുക. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ സോയ സോസ് ഒരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എനിക്ക് വെച്ചാൽ കയ്യിൽ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എൻ്റെ കയ്യിലാണ് മൊബൈൽ ഇരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഇതൊരു കയ്യിൽ ഇതും വെച്ച് ആക്കുമ്പോൾ ഷേക്ക് ആവേണ്ട. അതുകൊണ്ട് ഞാൻ ഒന്ന് മൊബൈൽ താഴെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. എൻ്റെ മൊബൈലിൻ്റെ സ്റ്റാൻഡ് പണി തന്നു, അതിലൊന്നും ഇപ്പോൾ വയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഈ മൊബൈലൊക്കെ കൈ പിടിച്ചിട്ട് വേണം വീഡിയോ എടുക്കാൻ. എന്തായാലും ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 hour ഫ്രിഡ്ജിൽ വയ്ക്കാം മാരിനേഷന് വേണ്ടി. അതിനുശേഷം ബാക്കി പരിപാടികൾ ചെയ്യാം. 1 hourന് ശേഷം ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു എണ്ണ, ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ഇതുപോലെ ചിക്കൻ്റെ പീസായിട്ട് ഇട്ട് കൊടുക്കാം. അടച്ചു വയ്ക്കൊന്നും വേണ്ട. പിന്നെ ഇതിൽ വെള്ളം വേറെ ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം നമ്മൾ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും. അതുപോലെ തന്നെ ചേർത്തിട്ടിരിക്കുന്ന നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. അതിൽ നിന്നൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നോളും. ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് എക്സ്ട്രാ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് മറിച്ചിട്ടിട്ട് നന്നായിട്ട് വീണ്ടും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോകും ആ മസാലയൊക്കെ. ഒരു മീഡിയം ഫ്ലെയിം. ഇനി പിന്നെ നമുക്ക് ചിക്കൻ ഒരു 1/4 ഭാഗം വെന്ത് കഴിയുമ്പോൾ പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് ഫുള്ളായിട്ട് അങ്ങോട്ട് വെന്ത് റെഡിയായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് ഒക്കെ കൂടി ഒന്ന് ഇളക്കാം. ഒന്നൊന്ന് വാടി ചിക്കൻ്റെ കൂടെ ഒന്ന് പിടിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാച്ചിലർ സ്റ്റൈൽ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കഴിഞ്ഞില്ലേ ഈ ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര വലിയ കഷ്ടമൊന്നുമില്ലല്ലോ. നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ പോലെ അരയ്ക്കാൻ പോലും ഇല്ല. എല്ലാം നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മതി. മാരിനേഷനാണ് കേട്ടോ മെയിനായിട്ട് ഈ നോൺ വെജ് റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കുറച്ച് നേരമെങ്കിലും ഒരു 20 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ റെസിപ്പിക്ക്. അപ്പോഴേ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.